ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയാൽ അതാരുടെ തെറ്റാണ്? ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അവർ സംശയലേശമന്യേ അവരെപ്പോഴും പറയും അത് സാറിൻ്റെ തെറ്റാണ്, സാർ ഒരു ബോറൻ പ്രാസംഗികനായതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോകും. പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അഭിലാഷങ്ങൾക്കനുസൃതമായി വിടാനുള്ള ഒരു ഇതല്ല കുട്ടികളെന്ന് പറയുന്നത്. അതായത് എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ മകനിലൂടെയോ അല്ലെങ്കിൽ മകളിലൂടെയോ ചെയ്യും എന്ന് പറയുന്നതും ഒരു തെറ്റായ കാര്യമാണ്. നമ്മൾ കേരളത്തിനകത്തൊരു ചെറിയ സർക്കാർ ജോലി, അതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താതെ ഒരു വിശാലമായ ലോകം നമുക്ക് ചുറ്റുമുണ്ടെന്നും ആ ലോകത്തിലേക്ക് നമ്മളുടെ കഴിവുകളെ എത്തിക്കാനുള്ളൊരു വാതായനം ഇൻ്റർനെറ്റ് വഴി നമുക്കുണ്ടെന്നും നമ്മൾ ആ കഴിവുകൾ അഭ്യസിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു തൊഴിൽ മേഖലയായിട്ടോ അല്ലെങ്കിൽ ഒരു സംരംഭമായിട്ടോ മാറ്റാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കുട്ടികളിലുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ബിസിനസ് സെൻസ് ഉണ്ടായിരുന്ന ആൾക്കാരുടെ അതിനെല്ലാം തല്ലിക്കെടുത്തി നിങ്ങൾ നാളെ മുതൽ അഡ്മിനിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് ജനത ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ പരിവർത്തനം ചെയ്യും. എനിക്ക് കേരളത്തിൽ വന്ന് താമസിക്കണം എന്ന് പുറത്തുള്ള ഒരാൾക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ആസ് എ സംസ്ഥാനം ട്രാൻസ്ഫോം ചെയ്യണം. നമസ്കാരം. യുവ സംരംഭകരുടെ വിജയമാണ് ഇന്ത്യയെ അടുത്ത യുഗത്തിലേക്ക് നയിക്കുന്നത്. പറഞ്ഞത് പ്രമുഖ വ്യവസായിയായ ധീരുഭായ് അംബാനിയാണ്. പക്ഷെ പലപ്പോഴും സംരംഭകനാകാൻ ഉദ്ദേശിച്ച് വരുമ്പോഴും കൃത്യമായ ഒരു ബോധ്യം അതിനെക്കുറിച്ച് പലർക്കും ഉണ്ടാവില്ല. എന്നാൽ ഓരോ ഘട്ടത്തിലും എങ്ങനെയായിരിക്കണം ഒരു സംരംഭകൻ എന്ന് പറഞ്ഞു തരുന്ന സംരംഭകരുടെ സംരംഭം എന്ന് വിളിക്കാവുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ CEO അനൂപ് അംബികയാണ് ഇന്നത്തെ വാല്യൂ പ്ലസിൻ്റെ അതിഥി. സർ, വെൽക്കം ടു വാല്യൂ പ്ലസ്. താങ്ക് യു ക്രിസ്റ്റീന, താങ്ക്സ് ഫോർ ഹാവിങ് മീ. അപ്പോൾ പന്തളത്തെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനനം, അവിടെ നിന്ന് വിദ്യാഭ്യാസം നേടുന്നു. ഒരുപക്ഷെ അങ്ങയുടെ കുടുംബമോ അല്ലെങ്കിൽ വില്ലേജിലുള്ള ആൾക്കാരോ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അങ്ങൊരു സംരംഭകനാകും അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങും എന്നത്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ഞാൻ പല ആൾക്കാരോടും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നമ്മളൊരു സംരംഭകനായി മാറുന്നതെന്ന്. അത് ദർ ആർ മൾട്ടിപ്പിൾ ആൻസേഴ്സ്. ആൾക്കാർ പല ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉത്തരം എന്ന് പറയുന്നത് ലീനിയേജാണ്. അതായത് എൻ്റെ അച്ഛനോ അമ്മാവനോ അപ്പൂപ്പനോ അങ്ങനെയുള്ള ആരെങ്കിലും കച്ചവടത്തിലുണ്ടായിരുന്നെങ്കിൽ ദെൻ കച്ചവടം തുടങ്ങാനുള്ളൊരു ടെൻഡൻസി നിനക്കുണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നോക്കിയാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഇവിടെ 75 വർഷങ്ങൾക്ക് മുൻപേ നാഗർകോവിലിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ചെയ്ത് ഒരു ദേവി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞൊരു പഴയ പെയിൻറ്റ് കട തുടങ്ങിയിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ലീനിയേജ് ആയിരിക്കാം എന്നെക്കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങിക്കണം എന്ന് തോന്നാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞത്. കാരണം ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ സംരംഭകത്വം എന്ന് പറയുന്ന അത്ര ഫാഷനബിളായിട്ടുള്ളൊരു വാക്കല്ലായിരുന്നു. ഇപ്പോൾ അത് വളരെ ഫാഷനബിളാണ്. അച്ഛനമ്മമാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, സമൂഹം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ 2004 ഞാനിത് തുടങ്ങുന്ന സമയത്ത് അത്രയ്ക്ക് ഫാഷനബിളല്ല. എൻ്റെ കുടുംബത്തിലുള്ള പല ആൾക്കാർക്കും സംരംഭത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കച്ചവടം നടത്തിയ ഒരു അപ്പൂപ്പനെ കണ്ടു വളർന്നതിൻ്റെ ഒരിതുണ്ടാവും. പക്ഷേ അതിലുപരി ചില സമയത്ത് നമുക്ക് തോന്നും നമ്മളുടെ മാനേജറെക്കാളും മിടുക്കനാണ്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആശയങ്ങൾ പൂർണ്ണമായും അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ നടപ്പിൽ വരുത്താനോ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മളുടെ മാനേജർ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും നമ്മളുടെ തന്നെ കമ്പനിയാണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടെ ഭംഗിയായി ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ എന്ന ഒരു തോന്നലും എനിക്ക് തോന്നുന്നൊരു 30 വയസ്സൊക്കെ ആയപ്പോൾ എന്നെ പതുക്കെ ഇങ്ങനെ ഹിറ്റ് ചെയ്ത് തുടങ്ങി. കാരണം 30 ഇയർ ഇച്ചെന്നാണ്. ഈ 30 വയസ്സാകുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ ഒരു ബുദ്ധി, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, നമുക്കൊരു ജോലിയുണ്ട്, നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, നമ്മുടെ ജീവിതം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ കൂടിയായിരുന്നു എന്നെ ഒരു സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്ന്. അപ്പോൾ ആ ഒരു ലീനിയേജിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു സംശയമാണ്, എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ ബിസിനസ് ചെയ്ത ആൾക്കാരില്ല, എനിക്ക് ഒരു പഠിച്ചൊരു ജോലി ചെയ്ത് റിസ്ക് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതായിരിക്കാം എന്നിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല ബിസിനസ് എന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആർക്കും ബിസിനസ് ചെയ്യാൻ സാധിക്കുമോ? ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതായത് ബിസിനസ് ചെയ്ത് പഠിക്കാവുന്ന ഒരു കലയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാനൊരു ബിസിനസ്സുകാരനേ അല്ലായിരുന്നു. പക്ഷേ കമ്പനികൾ തുടങ്ങി അതിൽ നിന്ന് ബിസിനസ് ഞാനൊരു MBA-കാരനുമല്ല. MBA-ക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. തുടങ്ങി പല തെറ്റുകളിൽ കൂടി പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയി രണ്ടാം ഊഴത്തിൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് ബിസിനസ് ചെയ്ത ഒരു സംരംഭകനാണ് ഞാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന കാര്യം, മറ്റേതൊരു
തൊഴിലോ അല്ലെങ്കിൽ സ്കില്ലോ അഭ്യസിക്കുന്നത് പോലെ തന്നെ അഭ്യസിക്കാവുന്ന ഒരു കാര്യമാണ് ബിസിനസ്സും. നമുക്കത് ചെയ്ത് വൃത്തിയായിട്ട് നമുക്കൊരു കച്ചവടം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാന മാർഗം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമോഷൻ്റെ മണ്ടയ്ക്കാണ് പലപ്പോഴും ഒരു ബിസിനസ്സിലേക്ക് എടുത്തിയാടുന്നത്. അതായത് എനിക്ക് ഒരു കോഫി ഷോപ്പ് തുടങ്ങണം. അപ്പോൾ കോഫി ഷോപ്പ് തുടങ്ങുമ്പോൾ കാപ്പി കുടിക്കാൻ ആ ചുറ്റുവട്ടത്തെ ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ അത് വരാനുള്ള സാധ്യതകളുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര പേർ കാപ്പി കുടിക്കും? എനിക്ക് എവിടുന്ന് കാപ്പിപ്പൊടി കിട്ടും? ഇത്ര കാപ്പി വിറ്റാലാണ് എനിക്ക് ലാഭം ഉണ്ടാകുന്നത്? ഇത്തരം ഒരു ഹോംവർക്ക് ചെയ്യാതെ പലപ്പോഴും എടുത്തു ചാടുമ്പോഴാണ് നമ്മുടെ സംരംഭങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ പാളിപ്പോകുന്നത്. പക്ഷേ ആ ഹോംവർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുകയും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയുമെന്ന് തന്നെയാണ് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നുള്ള, ഇതെൻ്റെ ഒരു പേഴ്സണൽ തിയറിയാണ്. ഇത്തരം ചില പേഴ്സണൽ തിയറികൾ ഞാൻ പലപ്പോഴും ഡിറൈവ് ചെയ്യാറുണ്ട് ജീവിതാനുഭവങ്ങളിൽ നിന്ന്. അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ തിയറിയാണ് നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കലയാണെന്നുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഗുജറാത്തികൾ അല്ലെങ്കിൽ മാർവാടികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ജനിച്ചു വീഴുന്ന അന്ന് മുതൽ ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ എപ്പോഴും കണക്കുകളാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ടാക്സിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ തുണി വിൽപ്പനയെ പറ്റിയോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കതൊരു ഒരു ജീവിതചര്യ പോലെയാണ്. നമ്മളുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ട്രഡീഷണലി എപ്പോഴും നമ്മളൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ആയിരുന്നു. നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെല്ലാ രാജ്യങ്ങളുമായും, അതായത് ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പോർച്ചുഗീസ്, ഡച്ച്, ചൈനീസ്, ആരബ്സ്, ബ്രിട്ടീഷ് ഇവരുമായിട്ടെല്ലാം നമ്മൾ ഒരു പ്രീ കൊളോണിയൽ ഏജിൽ കച്ചവടം നടത്തിയിട്ടുണ്ട്. കുരുമുളകിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളുടെയോ കച്ചവടം നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴോ ഒരിക്കൽ ഈ പറയുന്ന ഒരു കൊളോണിയലിസ്റ്റ് അധിനിവേശം വരികയും ആ കച്ചവടത്തിൽ നിന്ന് ഇവിടുത്തെ ജനത പിന്മാറുകയും അവർ സാധാരണ ക്ലർക്കുമാരായും അക്കൗണ്ടന്റുമാരായും അങ്ങനെ മാറുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചേൽപ്പിച്ചു എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സെൻസ് ഉണ്ടായിരുന്ന ആൾക്കാരുടെ അതിനെല്ലാം തല്ലിക്കെടുത്തി നിങ്ങൾ നാളെ മുതൽ കണക്ക് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന രീതിയിലേക്ക് ജനത ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ പരിവർത്തനം ചെയ്യപ്പെട്ടു. നമ്മൾ ഇനി അതിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ബ്രിട്ടീഷേഴ്സ് തന്നെയാണ് കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അവർ തന്നെയാണ് ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും എസ്റ്റാബ്ലിഷ് ചെയ്തത്. പക്ഷേ 2 സർവകലാശാലകളും കൊടുക്കുന്നത് 2 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു. മറ്റിടത്ത് റിസർച്ച് വളരെ ഫോക്കസ് ചെയ്ത് നടക്കുമ്പോൾ ഇവിടെ നമ്മൾ ട്രാൻസ്ലേഷൻ റിസർച്ചിന് യാതൊരു ഫോക്കസും കൊടുക്കാതെയുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മൾ വന്നിട്ട്. ഇപ്പോൾ അതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിവർത്തനങ്ങളാണ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്കിൽ ഇമ്പാർട്ട് ചെയ്യുക, 4 വർഷത്തെ കോഴ്സുകൾ കൊണ്ടുവരിക, ഓണേഴ്സ് കൊണ്ടുവരിക, ക്രെഡിറ്റ്സ് ഇൻ അതർ സബ്ജക്ട്സ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മ്യൂസിക്കിലൊരു മൈനർ ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു പുതിയ തൊഴിൽ മേഖലയോ അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭമോ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് അഭ്യസിക്കാവുന്ന ഒരു തൊഴിലാണ്. എന്നോ ഒരിക്കൽ മലയാളികൾ അത് നല്ല വൃത്തിയായി ചെയ്തുകൊണ്ടിരുന്നതുമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ആ കല മറന്നുപോയി. പക്ഷേ അതിൽ നിന്നും മാറി ചിന്തിച്ചവർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഈ സംരംഭകത്വം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതിനൊക്കെ വളരെ കാലം മുന്നേ ഒരു ഗുഡ് നൈറ്റ് മോഹനോ അല്ലെങ്കിൽ ഒരു കൊച്ചു ചിറ്റിലപ്പള്ളിയോ ഒക്കെ നമുക്ക് ചുറ്റുമുള്ള ചെറിയ പ്രശ്നങ്ങൾ, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കുഞ്ഞിനെ കൊതുക് കടിക്കുന്നു, അപ്പോൾ കുഞ്ഞിൻ്റെ ആ വേദന കണ്ട് അതാണ് എൻ്റെ പെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പെയിൻ പോയിൻ്റ് ഈ ലോകത്ത് മൊത്തം ഉണ്ട്. അപ്പോൾ വാട്ട് ഡു ഐ ഡു? ഞാനൊരു കൊതുക് തിരി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗുഡ് നൈറ്റ് മാറ്റ് ഉണ്ടാക്കുന്നു, അതിൽ നിന്നൊരു വലിയ ബിസിനസ് ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള എക്സാമ്പിൾസ്, ഇപ്പം വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അന്ന് സ്റ്റെബിലൈസർ ഉണ്ടാക്കി കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി ഒരു വലിയ കമ്പനി, വി ഗാർഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയെടുത്തു. അപ്പം നമുക്ക് ഇങ്ങനെ മാറി ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ ആൾക്കാരെ അത്തരത്തിൽ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിലും ഒരു രാജ്യം എന്നുള്ള രീതിയിലും നമ്മുടെ വിജയം മുന്നോട്ട് പോകുമ്പോഴെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുണ്ടാക്കി വെച്ച ഒരു ബ്രെയിൻ കണ്ടീഷനിങ്, അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻഡ് ആയിട്ട് കുറേ തലമുറകൾ അങ്ങനെ പോകുന്നു. പക്ഷേ ഇപ്പോൾ ഒരു മാറ്റമുണ്ട്. പക്ഷെ ആ മാറ്റം ഉള്ളപ്പോൾ പോലും ഈ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ എൻറ്റർപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഒരു ഫാൻസി, അതുപോലെ തന്നെ ഒരു ഫാഷൻ, ഒരു ട്രെൻഡ്,
എന്നതിനപ്പുറം അതിനെ കുറച്ചുകൂടെ സീരിയസ് ആയി കാണാനും ഇപ്പോൾ സാറ് പറയുന്നത് പോലെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ ആ ആവശ്യമുള്ള കാര്യത്തെ കുറച്ചുകൂടെ നൂതനമായി അവതരിപ്പിച്ച് അതൊരു സംരംഭമായി കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്ല, അത് കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ആ രീതിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ ശശി തരൂർ ഒരു പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ ഈ ഇടയ്ക്ക് കേട്ടു. അദ്ദേഹം ഈ 12ാം ക്ലാസ് വരെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു, എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് ആൻഡ് റൈറ്റ്ഫുള്ളി സോ, ഈസ് എ വെരി ഇൻ്റലിജൻറ്റ് മാൻ. അദ്ദേഹം ആർട്സോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ അങ്ങനെ എന്തോ ഇത് പർസ്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും വളരെ അപ്സെറ്റായി. നിങ്ങൾ സയൻസ് അല്ലെങ്കിൽ മാത്സ് ആണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം സ്കൂളിൽ വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല, എനിക്കത് പറ്റില്ല, എനിക്ക് മറ്റേതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവർ പറഞ്ഞു, അല്ല അതെന്താ അങ്ങനെ പറയുന്നത്, കാരണം നിങ്ങളെപ്പോഴും സയൻസിലും മാത്സിലും ഫസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാറ്റ് ഈസ് ബിക്കോസ് ഐ നോ ഹൗ ടു ക്രാക്ക് എക്സാംസ്. പരീക്ഷ എങ്ങനെ എഴുതി പാസ്സാവാം എന്നുള്ള കല ഞാൻ നല്ല ഭംഗിയായി അഭ്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സയൻസിലോ മാത്സിലോ മാർക്ക് വാങ്ങിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ ഈ സയൻസിലോ മാത്സിലോ പഠിക്കുന്ന കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി യാതൊരു ഓർമ്മയില്ല. നേരെ മറിച്ച് പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ആർട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്കണോമിക്സിനെ കുറിച്ചോ ഒക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ ഉടനീളം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും പറയാനിരിക്കും. അപ്പോൾ അതൊരു പാഷനേറ്റ് ലേണിംഗ് ആണ്. നമുക്ക് എന്താണോ താല്പര്യമുള്ള മേഖല ആ മേഖലയെപ്പറ്റി നന്നായി പഠിക്കുക, അത് പ്രാക്ടീസിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു എക്സാം ഓറിയൻറ്റഡ് സിസ്റ്റം എന്നുള്ളതിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഔട്ട്കം ഓറിയൻറ്റഡ് സിസ്റ്റം, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ആക്ച്വലി പ്രാവർത്തികമാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പതുക്കെ മാറുമ്പോഴാണ് നമ്മളുടെ അഭിരുചികൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെയൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിയെയും പോലെ നമുക്ക് 2 ഓപ്ഷൻസ് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. യു ഈദർ വിൽ ബിക്കം എൻ എഞ്ചിനീയർ ഓർ യു വിൽ ബിക്കം എ ഡോക്ടർ. അതിപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെങ്കിലും എനിക്കൊരു IAS ഓഫീസർ ആവണം, എനിക്കൊരു പൈലറ്റ് ആവണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരുപാട് മേഖലകൾ ഈ മാറിയ ലോകത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. ആ മേഖലകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മുടെ കഴിവുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ നമുക്ക് 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് എന്താണ് എൻ്റെ ഇൻഹറൻറ്റ് സ്ട്രെങ്ത്, എൻ്റെ അഭിരുചി എന്താണ് എന്ന് ശരിക്കും അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കളുടെ അല്ലെങ്കിൽ 2 കുട്ടികളെ വളർത്തിയ ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നില്ല അവർക്കൊരു വളരെ ക്ലിയർ ഐഡിയ ഉണ്ട് എന്താണ് അവരുടെ അഭിരുചി. അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നതിലും അത്തരം അഭിരുചികൾക്ക് അനുസൃതമായ മേഖലകൾ അവർക്ക് കണ്ടെത്തി കൊടുക്കുന്നതിലും ആ മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നതിലുമായിരിക്കും ചിലപ്പോൾ നമ്മുടെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉത്തരം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെയാണ് എൻ്റെ അതായത് ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പണ്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം 100 കലാകാരന്മാരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ചിലപ്പോൾ അയാളുടെ പിക്ചേഴ്സ് വളരെ ഫേമസ് ആയേക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ആ 100 കലാകാരന്മാർക്കും ഒരു ഇൻ്റർനെറ്റ് എന്നൊരു വലിയ വാതായനം വഴി ലോകത്തിൻ്റെ മാർക്കറ്റ് തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പണ്ട് മലയാള സിനിമ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ശ്രോതാക്കളിലേക്ക് ഒതുങ്ങിയിരുന്ന ഒരു മലയാള സിനിമ ഇപ്പോൾ നമുക്കത് ഇന്ത്യ മൊത്തം കാണിക്കാൻ. നോർത്ത് ഇന്ത്യയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ടോ, ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന മഹാനായ നടൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട്. നമ്മളെല്ലാവരും ഈ നെറ്റ്ഫ്ലിക്സ് വഴി സ്ക്വിഡ് ഗെയിംസ് എന്ന് പറയുന്ന ഒരു കൊറിയൻ സീരിയൽ, ഇപ്പോൾ കൊറിയൻ സീരിയലാണ് ഇപ്പോഴത്തെ ജെൻസിയുടെ ഇടയ്ക്ക് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത്. സോ കൊറിയൻ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തിൽ നിന്ന് വരുന്ന കണ്ടൻറ്റ് നമ്മളിവിടെ കൺസ്യൂം ചെയ്യുന്നു. സോ മൊത്തത്തിൽ ലോകം എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് നമ്മളുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കലാകാരനായാലോ എഴുത്തുകാരനായാലോ ഒരു വിൽപ്പനക്കാരനായാലോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയാലോ എല്ലാ തരത്തിലുള്ള സ്കില്ലുകൾക്കും അല്ലെങ്കിൽ പ്രാവീണ്യങ്ങൾക്കുമുള്ള ഒരു മാർക്കറ്റ് നമ്മളുടെ മുന്നിൽ ഇന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ കേരളത്തിനകത്തൊരു ചെറിയ സർക്കാർ ജോലി അതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താതെ ഒരു വിശാലമായ ലോകം നമുക്ക് ചുറ്റുമുണ്ടെന്നും ആ ലോകത്തിലേക്ക് നമ്മളുടെ കഴിവുകളെ എത്തിക്കാനുള്ളൊരു വാതായനം ഇൻ്റർനെറ്റ് വഴി നമുക്കുണ്ടെന്നും നമ്മൾ ആ കഴിവുകൾ വൃത്തിയായിട്ട് അഭ്യസിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു തൊഴിൽ മേഖലയായിട്ടോ അല്ലെങ്കിൽ ഒരു സംരംഭമായിട്ടോ മാറ്റാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കുട്ടികളിലുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ സാറിൻ്റെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഒരിക്കലും ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ സാർ വളരെ വ്യക്തമായിട്ട് പ്ലഗ്യാരിസം അല്ലെങ്കിൽ കോപ്പിയുടെയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കരിയർ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്ന ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ ഞാനിത് പലപ്പോഴും കണ്ട് വളരെ വേദനിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ഗ്രൂപ്പിന് ഒരു അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ ഒരാൾ ചെയ്യുന്നു, ബാക്കിയുള്ളവർ കോപ്പി അടിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, അപ്പോൾ അവർക്ക് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയ എന്ന് പറയുന്നത് ഈ 4 പേർക്ക് ഉണ്ടാകാൻ വളരെ പാടാണ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു വ്യവസായത്തിലാണെങ്കിലും
ഉൽപ്പാദനത്തിലാണെങ്കിലും സേവനത്തിലാണെങ്കിലും ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്ങിലാണെങ്കിലും ഒക്കെ തന്നെയും ഈ ഒരു ഒറിജിനാലിറ്റി ഓഫ് ഐഡിയ ഈ 4 പേരെ, അതായത് ഒരു ക്ലാസ്സിൽ 4 പേരായിരിക്കും ആകെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒറിജിനൽ ഒരു അസൈൻമെന്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ കൂടെ അവരുടെ ഒറിജിനലായി കൊണ്ടുവരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അത് നമുക്ക് വേണ്ടേ? അത് വേണം. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ റിലേറ്റ് ചെയ്ത് ആ ഇൻ്റർവ്യൂവിൽ റിലേറ്റ് ചെയ്ത ഒരു പാർട്ടാണ്. ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ അതിൻ്റെ കമൻസ് കാണുമ്പോൾ ഈ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഈ ജനറേഷനിലെ കുട്ടികൾ വരെ ഇപ്പോഴും അത് ചെയ്യുന്നു, അവർ പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു തിരിച്ചുള്ളൊരു കാര്യം പറയാം. ഞാൻ പലപ്പോഴും ഞാനൊരു പ്രസംഗത്തിന് ഇപ്പോൾ ഒരു കോളേജിൽ പോവുകയാണെന്ന് വിചാരിക്കുക. ഞാൻ സാധാരണ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിപ്പോയാൽ അത് ആരുടെ തെറ്റാണ്? ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അവർ സംശയലേശമന്യേ അവരെപ്പോഴും പറയും അത് സാറിൻ്റെ തെറ്റാണ്, സാർ ഒരു ബോറൻ പ്രാസംഗികനായതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യം അവരോട് എപ്പോഴും ചോദിക്കും, നിങ്ങളെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി, അതാരുടെ തെറ്റാണ്? ചില കോളേജുകളിൽ അയ്യോ അത് ഞങ്ങളുടെ തെറ്റാണ് എന്ന്, അതായത് 100% ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ തെറ്റാണ്, ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോകുന്നത്. ചില സ്ഥലങ്ങളിലെ ആൾക്കാർ 50-50 അത് എൻ്റെയും തെറ്റാണ് അധ്യാപകൻ്റെയും തെറ്റാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ അധ്യാപകൻ്റെയും കടമയാണ് ഒരു ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൂടി സംസാരിക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം കാണില്ല. ഇതേപോലെ തന്നെയല്ലേ അധ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അധ്യാപകൻ്റെയും ജോലിയാണ് ആ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതിൻ്റെ ഒരു സത്ത ഉൾക്കൊള്ളുക, അത് വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവിടെയാണ് ഈ അസൈൻമെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു പരിമിതി എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അസൈൻമെൻ്റ് എന്താണ്? നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നു, എന്നിട്ട് നമ്മൾ പറയുന്നു ഞാൻ ഇത് 5 ക്വസ്റ്റ്യൻ തന്നു അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതാൻ തരുന്നു, നിങ്ങൾ വീട്ടിൽ പോയി എഴുതിക്കൊണ്ട് വരിക എന്ന് പറയുക. 1-2 എണ്ണം ചിലപ്പോൾ നമ്മൾ വളരെ ഇതായിട്ട് ആവേശത്തോടെ എഴുതിയേക്കാം. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കംസ് എ റുട്ടീൻ പ്രോസസ്. കുറേ കഴിയുമ്പോൾ നമുക്ക് ഏത് കാര്യവും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മടുക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ എങ്ങനെ അതിലൊരു ഇന്നൊവേഷൻ കൊണ്ടുവരാം, ഒരു പുതിയ രീതിയിലുള്ളൊരു അസസ്മെൻറ്റ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തലം മുതൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഹോംവർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും 5 കണക്കിട്ട് തരുന്നു, നിങ്ങൾ വീട്ടിൽ പോയി ആ കണക്ക് ചെയ്തിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ്. പക്ഷേ അവിടെ എവിടെയാണ് ഒരു ഇൻട്രാക്ഷൻ വരുന്നത്? ഹൗ ഡു യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ? ആൾക്കാരുമായിട്ട് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ആ പ്രോസസ്സിൽ കുറച്ചുകൂടെ പഠിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ അറിവുകൾ കൂടി നമ്മൾ ഇംബൈബ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ സഡൻലി ഒരു ഗ്രൂപ്പ് എക്സസൈസ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ രസമായിരിക്കും നമുക്ക് തോന്നുന്നു. ഇനി ഗ്രൂപ്പ് എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം ചോദ്യങ്ങൾ പുതിയതായിട്ട് ഇടുന്നു. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ചിലപ്പോൾ ഈ ഗ്രൂപ്പിന് ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ ഇവരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അറിവിൻ്റെ ഉൽപ്പാദനം ഉണ്ടല്ലോ, കോ ക്രിയേഷൻ എന്ന് നമ്മൾ പറയും. അത്തരത്തിലുള്ള അസസ്മെൻറ്റുകളിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഇന്നൊവേറ്റീവ് അസസ്മെൻറ്റ് മോഡലുകളിലേക്ക് നമ്മൾ മാറണം എന്നുള്ളത്. എനിക്കൊരു അസൈൻമെൻറ്റ് ചെയ്യാൻ താല്പര്യം തോന്നണം, അത് തരുന്ന അധ്യാപകൻ്റെ ചുമതലയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ താല്പര്യം തോന്നിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് വിദഗ്ധർ ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു ഉത്തരവാണ്. അപ്പോൾ ആ രീതിയിലേക്ക് അത് മാറണം എന്നാണ് ഞാൻ പറയുന്നത്. സാർ പറഞ്ഞുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ പണ്ട് ഹിലരി ക്ലിന്റൺ ഇന്ത്യയിൽ വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, ഏറ്റവും സമർത്ഥർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പ്രൊഫഷനിലേക്ക് പോകുന്നു. അതിനുശേഷമുള്ള കുറേ ആൾക്കാർ അതിന് താഴെയുള്ള കുറേ പ്രൊഫഷനിലേക്ക് പോകുന്നു. പക്ഷേ ഈ സ്കൂൾ അധ്യാപകരാകുന്നവരെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്നും താല്പര്യമില്ല, അതായത് പാഷനേറ്റായിട്ട് വരുന്ന മികച്ച അധ്യാപകരില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ ഭൂരിപക്ഷവും ഇതിലൊന്നും പെടാതെ ഒരു ലാസ്റ്റ് ലെയറായിട്ട് വരുന്നവർ, അതിലൊന്നും അഡ്മിഷൻ കിട്ടാതെ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ എന്ന് വിചാരിച്ച് ഇതിലേക്ക് വരുന്നവരാണ്. അപ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ നില, ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇതുപോലെ ഇമാജിനേറ്റീവായിട്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രോജക്റ്റുകൾ വിഭാവനം ചെയ്യാനും ഒന്നുമുള്ള അധ്യാപകരുടെ ഒരു സംഘം ഇവിടെ ഇല്ല എന്നൊരു പരിമിതി അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ അധ്യാപകർക്കും ചില പരിമിതികളുണ്ട്. നമുക്ക് സിലബസ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിനപ്പുറത്ത് നിന്ന് ചെയ്യാനുള്ള ഒരു സമയം ചിലപ്പോൾ അവർക്കും കാണില്ല. നവംബറിലൊക്കെ സിലബസ് തീർത്തിട്ട് റിവിഷൻ തുടങ്ങുന്ന സ്കൂളുകൾ എനിക്കറിയാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ടതാണ്, നമ്മൾ നവംബറിൽ തീർത്തിട്ട് റിവിഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുമുണ്ട്. ഞാൻ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ് ക്രിസ്റ്റീന പറഞ്ഞു വരുന്നത്, എല്ലാം സിസ്റ്റമിക് ഇഷ്യൂസാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഞാനും ക്രിസ്റ്റീനയും
മാതാപിതാക്കളും അധ്യാപകരും സർക്കാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമൂഹമാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ മാതാപിതാക്കളുടെ ഒരു പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്താണ് എനിക്ക് വേണ്ടത്? ഇപ്പോൾ മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് താങ്കളുടെ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വേണ്ടത്? പല ആൾക്കാരും പറയും നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 95% മാർക്ക് വാങ്ങിക്കണം. അതിപ്പോൾ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. നോബഡി കെയർസ് അബൌട്ട് ദ മാർക്സ്. അപ്പോൾ അടുത്ത ഇത് വരും, എന്താണ് അടുത്ത എക്സാം? അതെന്താണ്? നീറ്റോ അല്ലെങ്കിൽ IIT JEO അല്ലെങ്കിൽ IAS പോലെയുള്ള എക്സാമുകൾ ക്രാക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ്സായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തിനെ കാണുന്നത്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണം. കുറച്ചൊക്കെ നമുക്ക് നല്ല ആൾക്കാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നല്ല കുട്ടികളുണ്ടാകുക, നല്ല പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ബേസിക് കോൺസെപ്റ്റിലേക്ക് നമ്മൾ എഡ്യൂക്കേഷനെ ആദ്യം തന്നെ ഒന്ന് റീഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒരാളെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അഭിലാഷങ്ങൾക്കനുസൃതമായി വിടാനുള്ള ഒരു ഇതല്ല കുട്ടികളെന്ന് പറയുന്നത്. അതായത് എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ മകനിലൂടെയോ അല്ലെങ്കിൽ മകളിലൂടെയോ ചെയ്യും എന്ന് പറയുന്നതും ഒരു തെറ്റായ കാര്യമാണ്. ഈ മകനോ മകളോ എൻ്റെ ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാർക്കും എന്തോ ഒരു കഴിവുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഒരു കാര്യത്തിൽ അവർക്ക് വൃത്തിയായും വ്യക്തമായും പെർഫോം ചെയ്യാൻ കഴിയും. അത് കണ്ടെത്തുക, അതിന് തക്കതായിട്ടുള്ള കോഴ്സുകളിലേക്ക് അവനെ ചരിച്ചു വിടുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. അപ്പോൾ അതിൽ ആദ്യം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആരാണ്? മാതാപിതാക്കളാണ്. കാരണം അവരതിന് സമ്മതിക്കണം. പലപ്പോഴും സ്കൂളുകൾ ഒരു രീതിയിൽ വിദ്യാഭ്യാസത്തിനെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? കാരണം അതാണ് ഫീസ് തരുന്ന മാതാപിതാക്കൾക്ക് വേണ്ടത്. അല്ലെ, കാശ് മുടക്കുന്ന ആൾക്കാണല്ലോ നമ്മളെപ്പോഴും സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ കാശ് കുട്ടികളല്ല കൊടുക്കുന്നത്, അച്ഛനും അമ്മയാണ് കൊടുക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും എന്തിന് കാശ് മുടക്കുന്നു? അതെനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാശ് കൊടുക്കുന്നത്. ഈ രീതിയിലുള്ള ഒരു മനോഭാവത്തിൻ്റെ മാറ്റം വന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഡെവലപ്ഡ് എക്കോണമി, ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കാൻഡിനേവിയയാണ്, ഫിൻലൻഡാണ് ഏറ്റവും സന്തുഷ്ടമായ രാജ്യം എന്നുള്ള ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഫിൻലൻഡ് ഒരു സന്തുഷ്ടമായ രാജ്യമാകുന്നത്? ലോകത്തിലെ ഏറ്റവും ഇന്നൊവേറ്റീവായിട്ടുള്ള വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിനിഷ് എഡ്യൂക്കേഷൻ ആണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. സ്കാൻഡിനേവിയ ഇൻ ജനറൽ. നമ്മൾ അമേരിക്ക നോക്കിക്കഴിഞ്ഞാലോ യൂറോപ്പ് നോക്കിക്കഴിഞ്ഞാലോ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള എക്സാം ക്രാക്കിങ്ങിൽ നിന്ന് മാറി മറ്റൊരു അഭിരുചിക്കനുസൃതമായ കോഴ്സുകൾ കൊടുക്കുകയും ആൾക്കാരുടെ അഭിരുചിക്ക് പറ്റിയ രീതിയിൽ അവരെ വാർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൈമറി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു റീ അലൈൻമെൻറ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതിനാദ്യമായിട്ട് സമ്മതിക്കേണ്ടത് നമ്മളുടെ അച്ഛനും അമ്മയാണ് എന്ന് ഞാൻ പറയും. എങ്കിൽ മാത്രമേ ഈ ഒരു മാറ്റം. പിന്നെ ഈ അധ്യാപകരുടെ കാര്യം നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചു. അതായത് എന്തുകൊണ്ടാണ് അധ്യാപകർ വിചാരിച്ചാലും ഇപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ തന്നെ ചില ആൾക്കാർ എഴുതിയിരുന്നു, ചില അധ്യാപകർ വന്ന് എഴുതിയിരുന്നു. അതായത് നമ്മൾ പലപ്പോഴും ക്ലാസ്സിൽ ഒരു കുട്ടിയോട് പറഞ്ഞാൽ കേൾക്കത്തില്ല, അസൈൻമെൻറ്റ് കോപ്പി അടിക്കരുത് എന്ന് ഞാൻ അടുപ്പിച്ച് 2 തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമരമായി ബഹളമായി അധ്യാപകനെ ചീത്ത വിളിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള. പക്ഷെ അതെല്ലാം എനിക്കൊരു എക്സ്ക്യൂസായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ വേറെ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ വളരെ സന്തോഷപൂർവ്വം കണ്ണൂരോ മറ്റോ ഉള്ളൊരു സാറിൻ്റെ വീഡിയോ ആണെന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ചുറ്റും ഒരു 5-6 കുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്, ക്ലാസ് മുറിയാണ്. പക്ഷേ ആ കുട്ടികളെല്ലാം വളരെ സന്തോഷവാന്മാരാണ്, അദ്ദേഹവും സന്തോഷവാനാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കളിച്ച് ചിരിച്ചാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു പഠനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് ഞാൻ അധ്യാപകനൊരു വലിയ പെഡസ്റ്റലിൽ നിൽക്കുന്നു, കുട്ടികളെല്ലാം താഴെ ഇരിക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കേൾക്കുന്നു എന്നുള്ളത് മാറി. കാരണം നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്നും പഠിക്കാം, എനിക്ക് യൂഡമിയിൽ നിന്നും പഠിക്കാം, എനിക്ക് എൻ്റെ കൂട്ടുകാരിൽ നിന്നും പഠിക്കാം, വഴിയിൽ പോകുന്ന ആൾക്കാരുടെ നിന്നും പഠിക്കാം. കമ്മ്യൂണിറ്റി ലേണിംഗ് ഹാസ് ബിക്കം എ റിയാലിറ്റി. അപ്പോൾ അധ്യാപകൻ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത്, അദ്ദേഹം പറയുന്നത് മാത്രമാണ് സത്യം എന്നുള്ളതിൽ നിന്ന് മാറി. അപ്പോൾ കുട്ടികൾക്ക് ചോദ്യം ചെയ്യാം. പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാനൊരു 5 ചോദ്യങ്ങൾ അടുപ്പിച്ച് ഒരു ടീച്ചറിനോട് ചോദിച്ചാൽ ടീച്ചർ പറയും കുറച്ച് നേരം അവിടെ മിണ്ടാതിരിക്കും, അധികം ചോദ്യങ്ങൾ വേണ്ട എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് ഇന്ന് കുട്ടികൾക്ക് അപ്പം തന്നെ ഗൂഗിൾ ചെയ്ത് അധ്യാപകൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അധ്യാപകരും കൂടുതൽ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനെല്ലാം വേണ്ടത് എന്താണ്? അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും എന്താണ് വേണ്ടത്? എല്ലാവർക്കും വേണ്ടത് അല്പം സന്തോഷവും രസവും. ഒരു ജീവിതം ഒരു രസകരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രസകരമായ അനുഭവമായി
പഠനത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് വലിയ ഔട്ട്പുട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഈ അടുത്തിടെ വന്ന വളരെ കൗതുകകരമായ ഒരു പഠന റിപ്പോർട്ട് വായിച്ചു. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ലഗേജ് സെയിൽ വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. ഈ അമേരിക്കൻ ടൂറിസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾക്ക് വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ, നമ്മളൊരു മോളിൽ പോയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 ആൾക്കാർ നമ്മുടെ കൺമുന്നിലൂടെ 1 മണിക്കൂർ 2 മണിക്കൂർ ലഗേജുമായി പോകുന്നു. അപ്പോൾ ഞാനതിനെ പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്തത് കൂടുതലും കുട്ടികളാണ്. അപ്പോൾ പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം പറയുന്നത് ഇവിടെ വിദ്യാഭ്യാസ നിലവാരം മോശമാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അസോസിയേറ്റ്. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് നമുക്ക് ഇപ്പോഴും കുറേ സോഷ്യൽ കൺഫോമിറ്റീസ് ഉണ്ട്. അതായത് സമൂഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ വിധിക്കപ്പെട്ട നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന ചോദ്യമുണ്ട്: എവിടെയാണ് പഠിക്കുന്നത്, എത്ര മാർക്ക് കിട്ടി, ഏത് കോഴ്സിനാണ്, കല്യാണം കഴിച്ചോ, കുട്ടിയുണ്ടായോ? അപ്പോൾ ഈ കാര്യത്തിലൊക്കെ സമൂഹത്തിന് ഇൻട്രസ്റ്റ് വേണം. പക്ഷേ ആ ഒരു സോഷ്യൽ കൺഫോമിറ്റി ഇവൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടേതായ ആഗ്രഹങ്ങളെ ചിലപ്പോഴും പരിമിതപ്പെടുത്തുന്നു തോന്നിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം ഈ പുറത്തേക്കുള്ള പോക്കിനൊരു കാരണമാണോ? അപ്പോൾ ഇതേ ചോദ്യം പണ്ടിരിക്കുക ഒരാൾ എന്നോട് ഒരു ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തോട്ട്, അപ്പോൾ അവിടെ ചെറുപ്പക്കാരായ 1-2 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അവിടെ വെച്ച് തന്നെ ചോദിച്ചു, നിങ്ങൾ പുറത്ത് പോകുന്നത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ കാണും കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ IIT കഴിഞ്ഞ ഒരാൾ MIT-യിൽ പോയി എനിക്ക് ഒരു MSO അല്ലെങ്കിൽ ഒരു PhD എടുക്കണം, അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടൊരു മേഖലയിൽ നന്നായി പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ എക്കണോമിക്സ് എയിലിൽ പോയി എനിക്കൊരു ഇതെടുക്കണം, ഒരു Ivy League യൂണിവേഴ്സിറ്റി പോകണം എന്ന് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒരു ഹാൻഡ്ഫുൾ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ എൻ്റെ മകനോ മകളോ എന്തുകൊണ്ട് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നു? ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന പിയർ പ്രഷറാണ്. അതായത് എൻ്റെ കൂട്ടുകാരെല്ലാം പുറത്ത് പോകുന്നു, ഓക്കെ, അതുകൊണ്ട് എനിക്കും പോകണം. അവർ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകൾ ഇടുന്നു, മഞ്ഞുവാരി കളിക്കുന്നു, നല്ല കാറുകൾ ഓടിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊതി, എനിക്കും പോകണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ അച്ഛനോടും അമ്മയോടും പറയുന്നു, ആ ഉള്ള 10-50 സെൻറ്റ് സ്ഥലം അങ്ങ് വിറ്റിട്ട് എന്നെ ന്യൂസിലൻഡിലേക്ക് വിടൂ, നിങ്ങൾ ഇനി എൻ്റെ ഒരു കാര്യം അറിയണ്ട, ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളാം. ഇതാണ് ഒരു പ്രോമിസ് ഞാൻ കാണുന്നത്. പേരൻസ് ആർ പുട്ട് ഇൻ ടു പ്രഷർ. ഇല്ലാത്ത കാശ് ഉണ്ടാക്കാൻ ഒരു ലോൺ വഴിയോ അല്ലെങ്കിൽ ഇത് വഴിയോ ചെയ്യുന്നു, എന്നിട്ട് കുട്ടികൾ പുറത്തേക്ക് പോകും. പുറത്ത് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഒരു എക്സ്പോഷ്യറാണ്. എന്ത് എക്സ്പോഷ്യറാണ് നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്നുള്ള ചോദ്യം. അത് ഓർ ഈ എൻ്റെ കൂട്ടുകാരെല്ലാം എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു? ഒന്ന്, ഞാൻ കോവിഡാനന്തര കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, കൂടുതൽ ഇൻ്റർനാഷണൽ മൂവീസിലേക്കോ അല്ലെങ്കിൽ സീരിയലുകളിലേക്കോ ഒക്കെ നമ്മൾ എക്സ്പോസ്ഡായി, ഓർ ഡോക്യുമെൻ്ററികളിലേക്കോ ഈ OTT പ്ലാറ്റ്ഫോമുകൾ വഴി ഒരുപാട് ആൾക്കാർ ഒരുപാട് കണ്ടൻറ്റ് കൺസ്യൂം ചെയ്തു തുടങ്ങി. അപ്പോൾ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ കുട്ടിക്ക് പോലും അറിയാം എന്താണ് അവൈലബിൾ ഫോർ മീ ടു കൺസ്യൂം. അതെന്താണ് നമ്മൾ നോക്കുമ്പോൾ നമുക്കില്ലാത്ത എന്താണ് പുറത്തുള്ളത്? ഒന്ന്, വളരെ നല്ല റോഡുകൾ, വളരെ നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഞാൻ യൂറോപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്, US അല്ല. വളരെ നല്ല പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പൊതുവേ നല്ല വായുവും വെള്ളവും, അതായത് പൊല്യൂഷൻ തീരെ കുറവ്. ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടി ഇറങ്ങി നടന്നാൽ പോലും നമുക്കിവിടെ വരുന്ന പോലെ ഈ പുകയോ അല്ലെങ്കിൽ പൊടിയോ അടിക്കാത്ത ഒരു കാര്യം. നമ്മളുടെ കാര്യത്തിൽ ഇടപെടാത്ത ഒരു സമൂഹം. അതായത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, പക്ഷേ സമൂഹം വന്നിട്ട് ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് പറയാത്ത ഒരു വിഭാഗം ആൾക്കാർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആൾക്കാർ. സോ പ്രൈമറിലി എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ടാണ് അവർ ഈ എക്സോഡസിനെ കാണുന്നത്. പക്ഷേ പുറത്ത് ഒരുപാട് കാലം താമസിച്ച ഒരാൾ, ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ ഞാനൊരു 8-9 വർഷം ഞാൻ പുറത്തുണ്ടായിരുന്നു. ഒരാളെന്നുള്ള രീതിയിൽ ഞാനൊരു കാര്യം പറയാം, ഇതെല്ലാം കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു മൊണോട്ടണസ് അഫെയറായിട്ട് മാറും. നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയി, ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യൻസിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ രണ്ടാമത്തെ കുട്ടികളാകുമ്പോഴത്തേക്ക് അവരതുമായിട്ട് ഇതായി പൊക്കോളും. പക്ഷേ ആദ്യത്തെ തലമുറയിലുള്ള ആൾക്കാർ നമ്മൾ ഈ പഴയ വിഹ്വലതകളിൽ അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ്, മെമ്മറീസ്, അതിൽപ്പെട്ട് ഉഴലുന്ന ഒരു വിഭാഗമായിട്ട് ഈ ഫസ്റ്റ് ജനറേഷൻ ഇന്ത്യൻസ് മാറും. എൻ്റെ കൂട്ടുകാരിൽ പലരും ആക്ച്വലി എല്ലാം ഉണ്ട്, അവർക്ക് വലിയ കാറുണ്ട്, വലിയ വീടുണ്ട്, കുട്ടികളെല്ലാം നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവരുടെ മനസ്സ് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ആണ്. ദ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയുന്നൊരു സംഭവമാണ്. നമ്മളൊരു സ്ഥലത്ത്, എന്തുകൊണ്ടാണ് നമ്മളൊരു മാതൃരാജ്യമെന്നോ മാതൃഭാഷയെന്നൊക്കെ പറയുന്നത്? യു ബിലോങ് ഹിയർ, റൈറ്റ്? ഇതാണ് നമ്മളെ കണ്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഈ മരങ്ങളും പച്ചപ്പും മറ്റേതും മലയാളവും കവിതകളും പാട്ടും സിനിമയും ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ന്യൂസും വൈകുന്നേരത്തെ ചർച്ചകളും ഇതെല്ലാം കൂടെ ചേർന്ന് കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും തിരിച്ചു വരാൻ വെമ്പുന്ന ഒരു മനസ്സായിട്ടാണ് എസ്പെഷ്യലി മലയാളികളുടെ കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ 90% ഓഫ് ദ പീപ്പിൾ ഡോണ്ട് കം ബാക്ക്. പുറത്ത് പോകുന്ന ആൾക്കാർ തിരിച്ചു വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? കാരണം
എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, എൻ്റെ ജോലി വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്, അതായത് ജോലിയും ജീവിതവും തമ്മിലുള്ള ഒരു ബാലൻസ്, അത് നല്ല വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം നമ്മൾ കുട്ടികൾ ഇവിടെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ സർക്കാർ അതിനാണ് ശ്രമിക്കുന്നത്. നല്ല റോഡ് നെറ്റ്വർക്ക് ഉണ്ടാക്കുക, നല്ല മെട്രോ ഉണ്ടാക്കുക, നല്ല രീതിയിലുള്ള എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല ഹൈ ക്വാളിറ്റി ഹൈ പേയിങ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക, അവനവന് തന്നെ എന്തെങ്കിലും തുടങ്ങി ഒരു സംരംഭം വിജയിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, അതിനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെയാണ് കോമ്പിനേഷൻ ഓഫ് ജോബ്സ്, മണി ഓർ ക്യാപിറ്റൽ, സ്റ്റാർട്ടപ്സ്, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു എക്കോസിസ്റ്റവും അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അതായത് റോഡുകൾ, നല്ല ഫ്ലൈറ്റ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി, നല്ല എൻവയോൺമെൻറ്റ്, നല്ല വെള്ളം, നല്ല വായു, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു എക്കോസിസ്റ്റം കൂടെ ചേരുമ്പോൾ മാത്രമേ എനിക്ക് തോന്നുന്നു കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കുന്നതിന് ആസ്പയർഡ് ആവത്തുള്ളൂ. കുട്ടികൾ എന്താണ് പറയുന്നത്? എനിക്ക് UK പോയി താമസിക്കണം എന്നാണ് പറയുന്നത്. തിരിച്ച് എനിക്ക് കേരളത്തിൽ വന്ന് താമസിക്കണം എന്ന് പുറത്തുള്ള ഒരാൾക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ ആസ് എ സംസ്ഥാനം ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ അതിലേക്കല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് നമ്മളെല്ലാവരും ആക്ച്വലി ഒരു പരിധി വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കാലം വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇതിനകത്തൊരു ഡേഞ്ചർ, അത് പറഞ്ഞതിന് ഒരുപാട് കുട്ടികൾ എന്നെ ചീത്ത വിളിച്ചു. അതായത് സാറ് പുറത്തൊക്കെ പോയി കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നു, എന്നിട്ട് ഞങ്ങളോട് പുറത്തു പോകണ്ട എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാലമാണ്. നമ്മളിപ്പോൾ കാനഡയിൽ പോയി പഠിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക. ഞാനൊരു സ്റ്റുഡൻ്റാണ്. ആ കാലത്ത് കോവിഡ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. എന്താണ് നമ്മുടെ മനസ്സെവിടെയാണ്? എന്താണ് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത്? നമ്മളെല്ലാവരും കൂടെ കിട്ടുന്ന ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ നോക്കി. ഓർമ്മയുണ്ടല്ലോ ആ ഒരു വിമാനത്താവളങ്ങളിലെ തിരക്കുകളും, ആൾക്കാർ സെൽഫി എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പറയുകയാണ് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തു, തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറയും. അപ്പോൾ കേരളത്തിൻ്റെതായ ചില ഇൻഹറൻറ്റ് സ്ട്രെങ്തുകളുണ്ട്. അതിലൊന്നാണ് ഹെൽത്ത് കെയർ. അപ്പോൾ നമ്മൾ എന്തെല്ലാം പറയുമ്പോഴും ഏതൊരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയാലും ചില സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ ശരിക്കും. പിന്നെ ഒരു റിസഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ കാനഡയിൽ പോയി നമ്മൾ ഈ പറയുന്ന പൈസ ഒരു 30-50 ലക്ഷം, അപ്പോൾ അതൊരു വലിയ കണക്കാണ്. സാന്റ മോണിക്ക എന്ന് പറയുന്ന ഒരു കമ്പനി മാത്രം ഏതാണ്ട് 7000 പേരെ പോയിൻ്റെ ഒരു സെലിബ്രേഷൻ ഞാൻ കണ്ടു. അപ്പോൾ ഒരു 20 മുതൽ 25,000 പേര് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് ഓരോ വർഷവും പഠിക്കാൻ പുറത്തു പോകുന്നുണ്ടെങ്കിൽ ഓരോ വർഷവും അവർ ചിലവാക്കുന്നത് ഏകദേശം 30 മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ യൂണിവേഴ്സിറ്റി ഇറ്റ് വിൽ ഗോ അപ്പ്. അപ്പോൾ ആ 50 ലക്ഷം രൂപ കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്ന് കാനഡയോ ന്യൂസിലൻഡോ ഓസ്ട്രേലിയയോ US UK പോലെയുള്ള ഒരു സമ്പന്ന രാജ്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ജോലി കിട്ടാതെ തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള അസറ്റ്സ് മൊത്തം നമ്മൾ അതിൽ ബെറ്റ് ചെയ്തു. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഡെസ്പറേറ്റായി ഒരു ഡിപ്രഷനിലേക്ക് പോയ കുട്ടികളെ എനിക്കറിയാം. കാരണം അവിടെ പോയി എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, തിരിച്ചു വന്ന് വീടിന് വെളിയിൽ ഇറങ്ങാത്ത കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഡേഞ്ചറുകൾ കൂടി. സോ എല്ലാ കാലത്തും ഇങ്ങനെ ഭംഗിയായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാവും എന്ന് നമ്മൾ ഒരിക്കലും കരുതാൻ പറ്റില്ല. യൂറോപ്പിൽ നമുക്ക് പെൻഷനുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. പക്ഷേ എത്ര കാലം ആ സോഷ്യൽ സെക്യൂരിറ്റി മുന്നോട്ട് പോകും എന്നുള്ളതിനെപ്പറ്റി യൂറോപ്യൻസ് തന്നെ വറീഡാണ്. കാരണം ഒരിക്കലും അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഒരു മാർക്കറ്റില്ല യൂറോപ്പിൽ പോപ്പുലേഷൻ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അതെ. കേരളത്തിൻ്റെ ഒരു വലിയ പ്രശ്നം അതാണ്. കാരണം ഈ കുട്ടികളെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ഏജ്ഡ് പോപ്പുലേഷനിലേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. അതെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യം. അതിൽ മീഡിയയ്ക്കും സർക്കാരിനും ഇൻഡസ്ട്രിക്കും അക്കാഡമീഷ്യൻസിനും കുട്ടികൾക്കും എല്ലാം ഒരു പങ്കുണ്ട്. നമ്മുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ മനസ്സിൽ കാണേണ്ടതാണ് കേരളം ഇവിടെയുള്ള കുട്ടികൾക്കും പുറത്തു പോയ ആൾക്കാർക്കും തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്യാനും ജോലി ചെയ്യാനും സംരംഭങ്ങൾ നടത്താനുമുള്ള ഒരു സംസ്ഥാനമായി ട്രാൻസ്ഫോം ചെയ്യപ്പെടണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണോ അതെല്ലാം നമ്മൾ ചെയ്യണം.